ദേശത്ത് പാർക്കുന്ന ജനത്തെ വഹിച്ച് ആമീൻ ഹല്ലേലൂയ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ വഹിച്ച് ആമീൻ ഹല്ലേലൂയ ഈ ദേശത്തിന് വേണ്ടി ഇവിടെ നടക്കുന്ന മീറ്റിംഗിനെ വഹിച്ച് എല്ലാം വഹിച്ച് നമ്മൾ ഒരുമിച്ച് ആമീൻ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യാനായി ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ആമീൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിച്ചു തുടങ്ങിയ ആമേ സ്വന്തം ഐക്യക്കൂട്ടായുള്ള വെള്ളിയാഴ്ചയുടെ ഈ ചൊവ്വാഴ്ചയുടെ ഈ രാത്രി വേളയിൽ നമുക്ക് ഒരുമിച്ച് പല ആമേ പല ഭവനങ്ങളിൽ നിന്നും ദേഹോകരിച്ച് ദൈവത്തിന്റെ പാദമെടുപ്പിലായിരിക്കാൻ ദൈവം നമ്മളെ ഒരിക്കലായി നമ്മൾ സ്തോത്രം ചെയ്യാം. അവന്റെ ദയ എന്നേ അതുകൊണ്ട് നമുക്ക് ഈ രാത്രി വേളയിലും നമുക്ക് അവയെ വളരെ സന്തോഷത്തോടായിരിക്കാൻ തക്കണയും നമ്മളെ സ്നേഹിച്ച ആ വിധങ്ങളെ ഓർത്ത് എത്ര ശ്രമിച്ചാലും എത്ര വർണ്ണിച്ചാലും അധികാരിയില്ല. അനേക ലോകത്തിലും ദുഃഖത്തിലും ഭാരത്തിലും ആമേ നിരാശയിലായിരിക്കുമ്പോൾ സമാധാനത്തോട് സന്തോഷത്തോട് ദൈവത്തിന്റെ ഭാഗപ്പെടുത്തിട്ടായിരിക്കാൻ കർത്താവ് നമ്മളെ ഒരുക്കിയല്ലോ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം നമുക്ക് ആമേ ഇന്നത്തെ ആമേ ഹാലേ കടന്നു വന്ന ആമേ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ യേശുവിന്റെ പ്രാരംഭമായി നമ്മുടെ ആമേ വിശ്വസ്തയോടായിരിക്കുന്ന ആ പിതാവിനായി പ്രാർത്ഥിക്കാം. ഗുണമായി ആമേ വിലപ്പെടുത്തുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ കർത്താവിന്റെ വലിയ കാര്യങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയ പിതാവിനെ ശാരീരികമായിരിക്കുന്ന ദൈവമായ കർത്താവിന്റെ നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കുന്നത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീരുവാൻ നോക്കണം. അവയെ പ്രാർത്ഥന ശക്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാശിക്കായി പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കല്ലോ. ഈ ദേശത്തിൽ കൂടി ഒരു ആമേ ആമേ അയൽപ്പാനും ആമേ കൂടി ഒരു കടന്നുവന്നു ആമേ ആത്മീയ സന്തോഷം പകരുവാൻ ദൈവമായ കർത്താവ് ഒരിക്കലാണ് പ്രിയ ആമേ ദൈവാശയം പ്രിയ നാഥനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേ തന്റെ തലമുറ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളോട് കടന്നു വന്ന് നമുക്ക് വേണ്ടി പ്രാദേശികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രിയ ദൈവം പ്രാർത്ഥിക്കാം. തന്നെ ദാസിയോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാം.
ആമേ പ്രാർത്ഥിക്കാം. സ്വോത്രം 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 അനുഗ്രഹിക്കുന്നതിനുള്ള സ്വോത്രം. ഹല്ലേലൂയ സ്വോത്രം പ്രിയ സ്വോത്രം. നമ്മുടെ ഈ ദേശത്ത് ആമേ പാർക്കുന്ന ദൈവത്തിലായിരിക്കുന്ന പ്രിയ ഹല്ലേലൂയ സ്വോത്രം സുരേന്ദ്രൻ ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. ദാസിയായി പ്രാർത്ഥിക്കുന്നു. ആമേ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ആമേ ദൈവത്തിന്റെ സന്നിധി ദാസനായി പറഞ്ഞതുപോലെ ആമേ ഹല്ലേലൂയ കൂടി വരുന്നതായി ആമേ ദാസനെ വിനിയോഗിക്കുന്നു. ആമേ ശിശുക്കളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവദാസിയെ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ. ശരീരമായിരിക്കുന്നല്ല അസ്വസ്ഥതകളെ വിടുവിച്ചു. ആമേ അനുഗ്രഹം പ്രാപിപ്പാൻ സാന്ത്വനപ്പെട്ട ദൈവത്തിന് തിരുവാനുള്ള തിരുവാക്കണം. ആമേ നമുക്ക് ആമേ ദൈവം പ്രാർത്ഥിക്കാം. സ്വോത്രം 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 സ്വോത്രം. ആമേ നമ്മുടെ പ്രിയ ആമേ മക്കളോസ് ദൈവാസനായി ആമേ പ്രാർത്ഥിക്കാം. ദൈവമായി പ്രാർത്ഥിക്കാം. ആമേ ഫലമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം ആമേ ആമേ ഹല്ലേലൂയ ആമേ ഒരു വെറുതല്ല ആമേ ആത്മീയ ഭക്ഷണം അതോ ആമേ ആലയിലെ ഭക്ഷിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ സ്വന്തം ആമേ അസ്ഥികൾക്കും നാഡികൾക്കൊരു ആമേ ആരോഗ്യമായി രോഗങ്ങൾക്ക് വിടുതൽ തീരുവാനാണ് ഈ പ്രാർത്ഥന മുഖാന്തരം ആമേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ആമേ ദാസരെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വോത്രം 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 സ്വോത്രം. ആമേ പ്രിയ സ്വോത്രം ആമേ ഹല്ലേലൂയ സ്വോത്രം പ്രിയ ജോസ് ദൈവാസന ഹല്ലേലൂയ സ്വോത്രം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടന്നു വരുന്നുണ്ട് ആ കർത്താവേ ദൈവാസി ഓർത്ത് പ്രാർത്ഥിക്കാം. ശരീരമായിരിക്കുന്ന രോഗം കൂടുതൽ പ്രാവശ്യം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ സൗകര്യായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ പണികൾ പൂർത്തീകരിപ്പാൻ പ്രാർത്ഥന മുഖാന്തരം അമ്മേ ദൈവം പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിപ്രായത്തിനെല്ലാം മുടങ്ങാതെ ദൈവോർക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിലും അനുമയമായ ദൈവത്തോളം ആമേ ഹല്ലേലൂയ കടന്നു വരുവാനും ആമേ ദൈവവേലങ്ങൾക്ക് വേണ്ടി ദൈവം ഒരിക്കലും സ്വത്രം ചെയ്യാം. നമുക്ക് സ്വത്രം ചെയ്യാം. സ്വത്രം ചെയ്യാം. ആമേ അനർത്ഥങ്ങൾ നല്ല ദൈവം വിടുവിച്ചതായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാം. നമ്മുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ അതിലേക്ക് കൂട്ടായ്മ ായിരിക്കുന്ന നമ്മുടെ സ്വത്രം സ്വത്രം അമേശ്വരം ഹല്ലേലൂയ സ്വതം ദൈവാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തി ആമേ പോരാടുന്ന ആമേ അധികാര വാഴ്ചകളെന്നല്ല ശാരീരികമായിരിക്കുന്ന ചില ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്വന്തം കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥിക്കുന്നു
വിദേശക്കാരിൽ നിന്ന് സ്വന്തം ഇവിടെ കടന്നു ആളുകൾ ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. നമ്മുടെ പ്രാർത്ഥന വെളിപ്പെട്ട് വരുവാൻ തക്കതായ ഒരു ഉപജീവിത മാർഗം ജോലി ലഭിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അധ്വാനിക്കുന്നതിന്റെ ഒരു ദൈവവേലകൾക്ക് വേണ്ടി കേടുമ്പോൾ എന്റെ മകളിൽ നിന്ന് ലഭിച്ചു ഈ ദൈവവേല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആ പ്രിയപ്പെട്ട എത്ര വേഗം ലഭിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കാര്യങ്ങൾ നമുക്ക് വിഷയങ്ങളെ ഓർത്ത് നമുക്ക് സ്വത്രം പ്രാർത്ഥിക്കാം. സ്വത്രം അതുകൊണ്ട് സ്വത്രം ജോണച്ചാന്റെ ദൈവാഹിപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദേശത്ത് അനേക മാനസാന്തരപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കാം.
സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ദേശത്ത് ഭരിക്കുന്ന ശക്തകാല ശക്തി പോലും നമ്മുടെ ആരാധന കൂട്ടായ്മയുടെ തലപ്രവാദികൾ പ്രതികൂലങ്ങൾ ഉണ്ടാവില്ലാതെ ആമേൻ. നമുക്ക് ആത്മാർത്ഥമായി ആമേൻ ദൈവത്തോട് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഈ ദേശത്ത് നിന്ന് അനേക ആമേൻ ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരുണ്ട്. അവർക്ക് ആമേൻ സമാധാനം ലഭിക്കട്ടെ പ്രാർത്ഥിക്കാം. ആമേൻ ദിവ്യ കൂട്ടായ്മയിൽ കടന്നു വന്നോ കടന്നവരുണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കടന്നു പോലെ ദേശമേ 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 ആമേൻ ഉണരുക. ആമേൻ ഈ ദൈവവചനം ആമേൻ ദേശത്ത് പ്രവർത്തിക്കുവാൻ തക്കണം. പരിശുദ്ധാത്മാവായി ആമേൻ അതേ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ദൈവം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. ഞങ്ങളുടെ കൂടെ ആശ്രയിക്കുന്നവനായ സ്വർഗ്ഗസ്ഥ മനോഹരമായ സന്ധ്യകളൊക്കെയായി ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മലബാരങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് മതപ്പെടുത്തുവാൻ ആലയങ്ങളെ കൂട്ടി കൃപയ്ക്കായി ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ആലയ പ്രഭാതം മുതൽ സന്ധ്യവരെയും ഞങ്ങളിലും ആലയത്തിന്റെ കരഞ്ഞോട് കൂടെ ഞങ്ങൾ ഭദ്രമായി പരിപാലിച്ച് ചേർത്ത് സൂക്ഷിച്ച അവന്റെ കൃപയ്ക്കായി ഞങ്ങളുടെ സ്തോത്രം രാത്രി മണിക്കൂർ എല്ലാ പ്രിയരെ ഓർത്ത് പ്രാർത്ഥിക്കുകയോ മനസ്സിലാക്കി സ്വർഗത്തിന്റെ സമാധാനത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പാടുവാൻ പ്രാർത്ഥിക്കാനൊക്കെ കൃപതന്നതിനായി പ്രാർത്ഥിക്കുകയോമേ ബഹുമാനിക്കുമാറാകേണ്ടത് പ്രാർത്ഥന ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ പ്രദേശത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അയൽവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഗ്രാമത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഗ്രാമത്തിൽ നീ കടന്നു വരുവാനാണ് പ്രാർത്ഥിക്കുന്നവരെ കടന്നു വരുന്ന രാത്രി വാർക്കുന്ന ദിവസമാക്കി മാറ്റുമാറാകേണ്ടത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഗ്രാമത്തിൽ കടന്നു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടാരങ്ങളിൽ ഗ്രാമങ്ങളിൽ കടന്നു വരുമാറാകെ പ്രാർത്ഥിക്കുകയാണ്. കടന്നു എല്ലാവരും മരിക്കണമേ. രാത്രി ഭക്തന്മാരെ ബലപ്പെടുത്തുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏർപ്പിക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം, സഹായിക്കണം. എല്ലാ സൗഖ്യ നന്മകളും നിറയ്ക്കണം. മാനവ തോന്നിയെടുക്കും യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ആമേൻ. വിശ്വാസമായ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഈ കർത്താവ് ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. പാട്ടുകൂടെ പാടി കർത്താവിനെ നമുക്ക് കൊടുക്കുന്നു. ആമേൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ
ഹല്ലേലൂയ, നന്ദിയോട് രാത്രി കാലമാമേ ഇങ്ങനെ ആമേൻ ഈ ചൊവ്വാഴ്ചയും ഈ ദേശത്തിന് വേണ്ടി നമുക്ക് ചുരുക്കം വരെ ഉള്ളെങ്കിലും ശക്തമായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകുന്നതിനായി നന്ദി പറയുന്നു. ആമീൻ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകളൊക്കെ സ്വർഗം ആമീൻ ഹല്ലേലൂയ കുനിഞ്ഞു നോക്കി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ മറുപടി, ഇതിന്റെ ഒരു വിടുതൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, ഈ ദേശങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തി കാണിക്കും. അത് നിശ്ചയമാണ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കും ആമീൻ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അകത്തളങ്ങളിൽ ഹല്ലേലൂയ നിയോഗമില്ലാത്ത ആർക്കും ദേശത്തിന് വേണ്ടി ഇടുമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. ആമീൻ. ഹല്ലേലൂയ. ഇങ്ങനെ നിയോഗങ്ങൾ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യനായിരിക്കുന്ന ദൈവദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രികാലം നമ്മളോടൊപ്പം ആമീൻ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ വചനം ആമീൻ ശുശ്രൂഷിക്കുവാനൊക്കെ കർത്താവിന്റെ ദാസന് കർത്താവ് ആമീൻ അവസരം കൊടുത്തു. ഇന്ന് രാത്രികാലവും നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ആമീൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമീൻ ഈ ദേശത്തിന് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി മാറട്ടെ. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ. തന്റെ ഭവനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ. ഈ ഹല്ലേലൂയ നാളുകളിൽ ആമീൻ വളരെയധികമായ നിലവാരത്തിൽ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കേണ്ടതിന് ആത്മീയ കൃപാവരങ്ങളും ആമീൻ വെളിപ്പാടുകളും ദർശനങ്ങളും നിയോഗങ്ങളും കൊടുത്ത് ആമീൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലത്തോടെ അനേകർക്ക് പ്രയോജനമായി മാറാൻ കർത്താവ് നിർത്തേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാത്രികാലം നമ്മുടെ മുതലായിരിക്കുന്ന സുരേന്ദ്രൻ പാഷയെ പ്രത്യേകമായി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ. അപ്പച്ചനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ ആമീൻ പത്രോസാനെ ഓർത്ത്, ആമീൻ മത്തായി സഹോദരനെ ഓർത്ത്, ഹല്ലേലൂയ ആമീൻ ജോണസാനെ ഓർത്ത്, ആമീൻ ഹല്ലേലൂയ വിശ്വാസാനെ ഓർത്തൊക്കെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ ആ ഹാലിൽ കൂടെ ആയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കർത്താവ് അഭിഷേകത്താൽ നിറയ്ക്കേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആമീൻ. ആമീൻ. ഇത് അന്ത്യകാലമായിരിക്കാൻ ആമീൻ ആത്മാവിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുക. ആമീൻ. ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ആമീൻ ഹല്ലേലൂയ തന്റെ മക്കൾക്ക് വേണ്ടി അവൻ ആത്മാവിനെ പകർന്നു കൊടുക്കുവാനിടയായി. ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദിനകത്തരങ്ങളെ ആത്മസാന്നിധ്യം, ആത്മ അഭിഷേകം പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആമീൻ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ആമീൻ ദൈവത്തിന്റെ വചനം ആമീൻ കേൾക്കുവാനുള്ള സമയമാണ്. ആമീൻ. അതിന് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യനായിരിക്കുന്ന ദൈവദാസനെ ഞാൻ മുൻപോട്ട് ആമീൻ ക്ഷണിക്കുകയാണ്. തുടർന്നുള്ളതായ സമയങ്ങൾ ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടുകൾ അനുസരിച്ച്, നിയോഗമനുസരിച്ച് ആമീൻ ജീവനും ചൈതന്യവും പ്രത്യാശയും പകരുന്ന വചനം ഇന്ന് രാത്രികാലം നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ വിളമ്പുവാനിടയായി തീരും. അത് നമ്മുടെ ജീവിതത്തിൽ ഈ ദേശത്തിന് ആമീൻ ഹല്ലേലൂയ പ്രസംഗിക്കുന്ന തന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ തന്നെ മുൻപോട്ട് ആമീൻ ഹല്ലേലൂയ ദൈവദാസനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇന്ന് രാത്രികാലം വളരെ അനുഗ്രഹമേറിയ ഒരു മീറ്റിങ്ങിനോട് ചേർന്ന് ഇന്ന് രാത്രികാലം നമ്മളായിരിക്കുമല്ലോ. പ്രത്യേകിച്ചും കാലിക സ്തോത്രം ഈ നാളുകളിൽ ഞാൻ സംസാരിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് സംസാരിക്കുന്നതിനാൽ കാലിക സ്തോത്രം ഏതാണ്ട് 8:45 ഇവിടെ 9 മണിക്കകത്ത് നിർത്തുന്നതാണെന്നോ, അതുകൊണ്ട് കാര്യം ഞാൻ പാകത്തേക്ക് കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാലിക സ്തോത്രം ഞാൻ സംസാരിക്കണമെന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് കാലിക സ്തോത്രം ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാലിക പറഞ്ഞതനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ കാലിക സ്തോത്രം ആളുകളൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ പുസ്തകങ്ങൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് മറ്റേ ചില വചനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പഠിച്ചു. കാലിക സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ കാലിക ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാലിക സ്തോത്രം വെളിപ്പാട് 3:20 ഭാഗങ്ങൾ ഞാൻ ഭാഗത്തിൽ കിട്ടുന്ന ആ ഭാഗമാണ്. എന്നാൽ
ഹാലേലൂയ സ്തോത്ര കാര്യങ്ങൾ അതൊക്കെ സംസാരിക്കണമെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. എനിക്ക് സമയം കുറഞ്ഞു പോയിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം. ഹാലേലൂയ. അതുകൊണ്ട് ഹാലേലൂയ സ്തോത്ര ഹാലേലൂയ മറ്റ് ഒരു വചനത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് അനുഭവത്തെ ചിന്തയ്ക്കായിട്ട് ഹാലേലൂയ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:12 വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. മഹാപരിശുദ്ധമായിരിക്കുന്ന വാഴ്ചപ്പെട്ട നല്ല ദൈവമേ, നല്ലതും അനുഗ്രഹമായിരിക്കുന്ന ഈ നല്ല ചൊവ്വാഴ്ചയിലാക്കുന്ന ഈ രാത്രി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ആദി വചനമുണ്ടായ വചനം ദൈവ വചനമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഇന്ന് രാത്രി കാലം സംസാരിക്കുന്നത് ഒരു വചനം ഞങ്ങളുടെ കർത്തദാസന്മാർക്കും ദാസ്യന്മാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ദേശത്തിന് ഒരു വിടുതലായി മാറുവാൻ സർവശക്തനായ ദൈവയുടെ വചനം അങ്ങടേത്, അടിയൻ അങ്ങടേത്. അല്പനേരം വചനമായി നിൽക്കട്ടെ, സന്നിധി ഭയഭക്തിയോടിരിക്കാണ്ടേക്കും. പിതാവ് മാനിക്കും, അല്പം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം. നമ്മളിവിടെ കേൾക്കുവാനിടയായിട്ടുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ദൈവനാമത്തിന് ഉണ്ടാവട്ടെ. ഹാലേലൂയ സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവവചനമാണ് അമയങ്ങൾ വായിക്കുവാനെടുക്കുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹാലേലൂയ സ്തോത്രം. ദൈവവചനം വെളിച്ചമാണ്. അതിന് വെളിച്ചത്തെക്കുറിച്ച് ചില വചനത്തിൽ പെട്ടെന്ന് സംസാരിക്കുവാൻ, അത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഹാലേലൂയ സ്തോത്രത്തിൽ അത് പറയുവാനാണ് ഞാൻ പെട്ടെന്ന് ഹാലെ പറഞ്ഞ് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാലേലൂയ സ്തോത്രം. ഈ ഹാലേലൂയ സ്തോത്ര ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മറിയ. ഹാലേലൂയ സ്തോത്രം ഇതിന്റെ മുൻഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹാലേലൂയ ലോകം മുഴുവനും കുറ്റം വിധിച്ച് പാളയത്തിന് പുറത്തുകൂടി ഒരു കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഓടിച്ചു കൊണ്ടുവരുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. തെരുവിൽ കൂടെ മറിയെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ വഴിയിൽ കർത്താവിടുന്ന് നിലത്ത് എഴുതുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ മുൻഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹാലേലൂയ സ്തോത്രം. അതായത് മറിയയുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ മരണശിക്ഷ, അതായത് യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് കുറ്റം എന്തെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാലേലൂയ അറിയാമല്ലോ. വീണ്ടും ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാലും തെറ്റല്ല. എങ്കിലും ഹാലേലൂയ സ്തോത്ര ഹാലേലൂയ മറിയെ പാളയത്തിന് പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഹാലേലൂയ സ്തോത്രം ഒരു കൂട്ടം ജനങ്ങൾ ഓടിച്ചു കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഹാലേലൂയ സ്തോത്രം അവൾ കടന്നു വരുമ്പോൾ കർത്താവ് അവിടെ ഉണ്ടെന്ന് മറിയ ഒരു കാരണവശാൽ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറിയയ്ക്ക് അറിയുകയില്ല, അല്ലെങ്കിൽ മറിയയുടെ കരം കർത്താവ് പിടിക്കുമെന്ന് മറിയ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരിക്കാം. എന്നുവെച്ചാൽ മറിയ അത്രയ്ക്കും നീചമായ ഒരു സ്ത്രീയാണ്. അതുവരെ മറിയ കർത്താവിനെ കണ്ടിട്ടില്ല, അതുവരെ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. മറിയ ഹാലേലൂയ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഹാലേലൂയ സ്തോത്ര ഹാലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമുക്ക് നാം എന്നൊരു പാപമുണ്ടാകും. ഇതൊന്നും നമുക്കില്ല എങ്കിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? വളരെ അവസ്ഥയിലായിരിക്കുവാനിടയായിത്തീരും. നമ്മെ സഹായിക്കാൻ ആരുമില്ല, നമുക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല.
ആമേ നമ്മുടെ കയ്യിൽ സാമ്പത്തികമില്ല, ആരോഗ്യം നമ്മൾക്ക് ആമേ കാലിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ, ആ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആമേ കാലി ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞു, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ പറയുവാനിടയായി തീർന്നു. ആമേ കാലിലെ സ്തോത്രം. ഹിസ്കിയാവിന് മറ്റൊരു വ്യക്തിയുടെ അരികിലേക്ക് പോകുവാൻ പിന്നില്ല. ആ കാലയളവിലെ ഏറ്റവും വലിയ പ്രവാചകൻ ആമേ വന്ന് പറഞ്ഞിരിക്കുകയാണ്, ആമേ കാലി യഹോവ അരുളി ചെയ്യുന്നു, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുവാൻ. ആമേ കാലിലെ സ്തോത്രകാലയിൽ ഹിസ്കിയാവ് ചുമരിനോട് കണ്ടോണം. പിന്നെ ഒരു പ്രവാചകന്റെ അരികിലോ ഒരു ദൈവത്തിന്റെ ദാസന്റെ അരികിലോ അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ വൈദ്യന്മാരരികിലോ കടന്നു പോകാൻ കഴിയാതെ ആമേ കാലിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവൻ ചുമരിനോട് മുഖം തിരിച്ചു. അവൻ ദൈവത്തോട് നിലവിളിക്കുവാൻ ഇടയാക്കി. ഇവിടെ നമ്മൾ ഭക്തനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മറിയ ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ തന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, ഇനി തനിക്കൊരു വിടുതലില്ല എന്ന് അവൻ വിചാരിക്കുമ്പോൾ, കാലയിലെ സ്തോത്രകാലയിലിയ അവർ ദൈവത്തെ കാണുവാൻ ഇടയായി. നമുക്കറിയാമല്ലോ, യാക്കോബിനെ കുറിച്ച് അറിയാമല്ലോ. യാക്കോബ് കാലയിലെ സ്തോത്രകാലയിലിയ അപ്പനെയും ജ്യേഷ്ഠനെയും പറ്റിച്ച് കാലയിലെ സ്തോത്ര അപ്പന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ആമേ കാലിൽ കടന്നു ചെല്ലുമ്പോൾ, ആമേ കാലിൽ ഒറ്റപ്പെട്ട് ആമേ നിർജ്ജന പ്രദേശത്ത് ആമേ ലൂസ് എന്ന പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോൾ, ആമേ സന്ധ്യ മയങ്ങിയ ആ സമയങ്ങളിൽ താൻ ആമേ കാലിൽ ഏകാന്തതയിലായിരുന്നു. അതുവരെ ആമേ കാലിൽ അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? ആമേ പട്ടുമെത്തയും ആമേ കാലിൽ മണിമാളികയും പട്ടുമെത്തയും ആമേ കാലിൽ സ്വർണ്ണത്തിൻ്റെതായിരിക്കുന്ന ആമേ കരണ്ടിയും ആമേ കാലിൽ അതിന് വേണ്ടുന്ന എല്ലാം ആമേ കാലിലെ സ്തോത്ര കാലയിലിയ ആമേ കാലിലെ സർവ്വ സൗകര്യങ്ങളുമുള്ള ആ യാക്കോബ് കാലിലെ സ്തോത്ര കാലയിലെ ഭവനത്തിൽ നിറങ്ങിയപ്പോൾ ആമേ കാലിൽ താൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലായപ്പോൾ ആ താൻ സ്വർണ്ണത്തിലേക്ക് നോക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ മറിയയുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവമാണ് ഉണ്ടാവാൻ ഇടയായി തീർന്നത്. നമുക്ക് എല്ലാവർക്കും വിടുതൽ വേണം. കാലയിലെ സ്തോത്രകാലം നമ്മളെല്ലാവരും ഈ ദൈവത്തെ അറിയുന്നത് വിടുതലിന് വേണ്ടി. പക്ഷേ ആ വിടുതലിലേക്കല്ല ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുമ്പോൾ ആമേ കർത്താവിന്റെ വരവിൽ ആമേ കാലം കർത്താവിനോട് കൂടെ ചേരുക എന്നുള്ളൊരു ഭാഗമാണ്. ആമേ കാലയിലെ സ്തോത്രം അതിന്റെ വാഴ്ത്തത്തൊക്കെ ദൈവം ചെയ്തിട്ടുണ്ടല്ലോ. യോഹന്നാൻ സുവിശേഷം 14:14 3 പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴേ അന്ത്യകാലത്തിന്റെ ഭാഗങ്ങളിൽ എപ്പോൾ സംസാരിച്ചാലും സങ്കീർത്തനം പ്രബോധിച്ചാലും പെട്ടെന്ന് ആ ഭാഗത്തേക്കാ പോകുന്നത്. യേശുവിന്റെ രഥത്തിൽ ജയമാത്തിനുണ്ട്, തമ്പുരാന്റെ വലിയ കരം വേണ്ട. അപ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ ആമേ കാലയിലെ സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ രാത്രികാലം നിങ്ങൾക്ക് ആമേ കാലം ഒരു ഒരുക്കമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഒരുങ്ങി ആമേ കാലയിലെ സ്തോത്രം പ്രാപിച്ചവരും ആമേ കാലയിലെ ദൈവത്തിൽ നിന്ന് ആമേ കാലയിലെ ഒരുപാട് ആമേ അനുഗ്രഹങ്ങൾ ആമേ നേടിയവരും ആമേ അനേക വ്യക്തികൾക്ക് വേണ്ടി കാലയിലെ ദൈവികമായിരിക്കുന്ന ആമേ കാലയിലെ സ്തോത്ര അനുഗ്രഹങ്ങൾ ആമേ കാലയിലെ സ്തോത്രം നിങ്ങളുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും കരങ്ങളിൽ കൂടെ കൊടുക്കുവാനൊക്കെ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. എങ്കിലും ഇന്ന് രാത്രികാലം ആമേ കാലം ഞാൻ സംസാരിക്കുന്നത് കൊണ്ടല്ല കേട്ടോ. ആമേ കാലയിലെ സ്തോത്ര കാലയിലിയ ഞാൻ ഈ നാളുകളിൽ പ്രവചനം ആമേ കാലയിലെ സ്തോത്രം ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവവചനം എത്ര സംസാരിച്ചാൽ തീരുകയില്ല. അതുപോലെ വചനമുണ്ട്. അതുകൊണ്ടാണ് കാലയിലെ സ്തോത്രം ഈ മറ്റേ ഭാഗം ഭക്തന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുവാനും നിങ്ങളുടേതായിരിക്കുന്ന ഉറപ്പിക്കാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ മറ്റേ 2 ഭാഗം ഞാൻ അവിടെ പറയാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ മറിയയുടെ ജീവിതത്തിൽ മരണശിക്ഷയാണ്. കാലയിലെ സ്തോത്രം കാലയിൽ മുന്നിൽ മരണമല്ലാതെ മറ്റേ ഒന്നുമില്ല. ആ ഒരു സാഹചര്യങ്ങളിൽ ആമേ മറിയ ഒരിക്കൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഏത് മനുഷ്യരായാലും ആമേ കാലയിലെ സ്തോത്രകാലയിലെ മരണശിക്ഷ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയുടേതായിരിക്കുന്ന കണ്ണുനീർ അല്ലെങ്കിൽ അവന്റെ വേദന, അവന്റെ ജീവിതത്തിന്റെ ആ നിമിഷങ്ങളിലെ അവസ്ഥകൾ ആമേ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ കടന്നു വരുന്ന മറിയ കാലയിലെ സ്തോത്രകാലയിലിയ ഇവിടെ വന്ന് യേശുവിന്റെ കാൽക്കലാ വീഴുന്നു. ആ യേശു അവളുടെ കരങ്ങളിൽ പിടിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നതാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവിടെ മറ്റൊരു ഭാഗം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആമേ ഓടിച്ചോണ്ട് വരുന്നവരൊക്കെ കർത്താവിനോട് ചോദിക്കുന്നു, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ആമേ കാലയിലെ സ്തോത്ര കല്ലേലിയ ആമേ കാലയിലെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. നീ എന്ത് പറയുന്നത്? ആമേ കാലയിലെ സ്തോത്രം 2 പേരെയും വിധിക്കാവുന്നവര് ആമേ ചിന്തയൊക്കെ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആമേ 2 പേരെ, അതായത് ഇപ്പോൾ അവർ പറഞ്ഞ യഹൂദന്മാർ പറയുന്നത് ഇതാ, ആമേ കാലം ഇവളെ നമുക്ക് കുറ്റം വിധിക്കാം, ഇവളെ നമുക്ക് ഇപ്പോൾ ക്രൂശിക്കാം. ആമേ അതിനോടൊപ്പം കാലയിലെ സ്തോത്രം നമ്മുടെ എതിരാളിയായിരിക്കുന്ന ആമേ ക്രിസ്തുവിനെ ക്രൂശിക്കാവുന്ന യേശുവിന്റെ രക്തത്തിൽ ജയമാറ്റിയിട്ടുണ്ട്. അതിനുവേണ്ടിയാ ചോദിക്കുന്നത്, ഗുരു ആമേ കാലയിലെ സ്തോത്രം മോശയുടെ ന്യായപ്രമാണ പ്രകാരം
ഇവളെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്ന് കല്ലെറിയണമെന്നാണ് ആമേ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇവളുടെ ശിക്ഷ. ആമേ ഹല്ലേലൂയ സ്തോത്രം. നീ എന്ത് പറയുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവളെ കല്ലെറിയാൻ പറഞ്ഞു. ആമേ ഹല്ലേലൂയ. ആ മറിയയുടെ കൈ കരമെന്തിയത് സർവശക്തനായ ദൈവം പിടിക്കുവാൻ ഇടയായി തീർന്നു. ആമേ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഇന്ന് രാത്രികാലം ആമേ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പുറപ്പാട് 3-ായിരിക്കും 1 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ആമേ മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മാവിയപ്പനായിരിക്കുന്ന മിത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഓരോ ആമേ ഹല്ലേലൂയ പുറത്തു വന്നു. ഇന്ന് രാത്രികാലം കാലിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ പർവ്വതത്തിന്റെ ആമേ ഹല്ലേലൂയ അടിത്തട്ടിലായിരിക്കുക. ഇന്ന് രാത്രികാലം ആമേ ഹല്ലേലൂയ സ്തോത്രം. പ്രതീക്ഷയോട് കടന്നു വരുന്ന ഒരു മനുഷ്യനും ഒരിക്കലും നിരാശയോട് മടങ്ങി പോവുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ വീണ്ടും പറയുന്നത് വചനം സംസാരിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ വിടുതലൊക്കെ എപ്പോഴേ ഹല്ലേലൂയ സ്തോത്ര കാലിൽ സംഭവിച്ചിരിക്കുക. ആമേ കാലം നമുക്കറിയാമല്ലോ. നമ്മുടെ വിടുതൽ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയത്തെ ആമേ കണ്ടുകൊണ്ട്, നമ്മുടെ വേദന കണ്ടുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളെ ആമേ ഹല്ലേലൂയ എപ്പോഴേ സർവശക്തനായ ദൈവം വിടുവിച്ചിരിക്കുക. പക്ഷേ ആമേ നമ്മുടേതായിരിക്കുന്ന ഉൾക്കണ്ണൊന്ന് തുറക്കാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം അവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഓരോ അടിവാരത്ത് കടന്നു വരുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. ഇവിടെ മോശ വരുന്നത് തന്റെ അമ്മാവിയപ്പനായിരിക്കുന്ന മിത്രോവിന്റെ ആടുകളെ കൊണ്ടിട്ടാണ് കടന്നു വരുന്നത്. ആമേ ഹല്ലേലൂയ. മോശ ആമേ ആടുകളെ തീറ്റണം, ആടുകളെ കുടിപ്പിക്കണം. ആമേ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ ചില നന്മകൾ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഇവിടെ നടക്കുന്നതായിരിക്കുന്ന കൂട്ടായ്മയെ ആമേ നാം ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാൽ ഭവനത്തിന്റെ വിടുതലായിരിക്കാം, അല്ലെങ്കിൽ ആമേ ഹല്ലേലൂയ നമ്മളുടെ രോഗസൗഖ്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടഭാരം മാറുവാനായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ ഭവനത്തിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകുവാനായിരിക്കാം. ആമേ ഇന്ന് രാത്രികാലം ദൈവവചനത്തിൽ കൂടെ വിളിച്ചു പറയുന്ന മോശ ഭൗതികപരമായി തന്റെ ആമേ ഹല്ലേലൂയ സമ്പത്തുകളുമായി ആമേ എന്ന സമ്പത്തുമായി താൻ ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഓരോ അടിവാരത്ത് കടന്നു വരുവാനിടയായിട്ടുണ്ട്. ഓരോ അടിവാരത്ത് വന്ന മോശ ആമേ ഹല്ലേലൂയ സ്തോത്രം പർവ്വതത്തിന് മുകളിലേക്ക് നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നതും ബന്ധുമാറാത്തതുമായിരിക്കുന്ന ഒരു വലിയ കാഴ്ച കാണുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആമേ ഹല്ലേലൂയ സ്തോത്രം. നാം ഇന്ന് രാത്രികാലം ആയിരിക്കുന്നത് ആമേ തുടർന്നും വരും നാളുകളിലും നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഓരോ അടിവാരത്ത. ഇവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് ഒന്ന് നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ആമേ ചില മുൾപ്പടർപ്പ് കത്തുന്നത് നമുക്ക് കാണുവാനിടയായി തീരും. നാം ആമേ ഹല്ലേലൂയ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്നു. ആമേ കൊയ്ത്ത് വളരെ അതും വേലക്കാര് ചുരുക്കം. ആമേ ഹല്ലേലൂയ സ്തോത്രം. നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഹല്ലേലൂയ സ്തോത്രം ആമേ ഹല്ലേലൂയ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാ. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യന്റെ തിരഞ്ഞെടുപ്പ് പോലല്ല. ഹല്ലേലൂയ സ്തോത്രം. നാം ഒരു പോഷനായി ദൈവസ്ഥാനത്തിൽ ആമേ ഒരു ഇണങ്ങിയ ആയുധമാക്കി ആമേ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു പോഷനായി കൊടുത്താൽ മതി. ദൈവം നമ്മെ ഒരു ഇണങ്ങിയ ആയുധമാക്കുവാനിടയായി. മോശ ആമേ ഹല്ലേലൂയ തന്റെ സമ്പത്തുമായി ആമേ ആടിനെ കുടിപ്പിക്കുവാനും തീറ്റുവാനുമായി ദൈവത്തിന്റെ പർവ്വതത്തിന്റെ അടിവാരത്ത് കടന്നു വന്നപ്പോൾ അതൊന്ന് വായിക്കാമോ? എനിക്കറിയാം, എങ്കിലും ആമേ ഒന്ന് വായിച്ചെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു പുൽപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ പുൽപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും പുൽപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. പുൽപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പെടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. അവൻ അബ്രഹാമിന്റെ ദൈവവും ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി ഇത് പിതാവിന്റെ ദൈവം ആകുമെന്ന്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ ചില ഭാഗങ്ങൾ പറയാം, എനിക്ക് അറിയാം. ആമേ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഓരോവിന് ആമേ ഹല്ലേലൂയ അപ്പുറത്ത് വരുവാനിടയായിരുന്നു. അവിടെ മുൾപ്പടർപ്പ് കത്തുന്നതും ബന്ധുമാറാത്തതുമായ ഒരു വലിയ കാഴ്ച മോശ കാണുകയാണ്. ആമേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അറിയാമല്ലോ. ഇന്ന് വീണ്ടും ഞാൻ പറയുന്നത് സ്വന്തം വിടുതലിന് വേണ്ടി
അല്ലെങ്കിൽ കാലിക സ്തോത്രകാലിലെ നാം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടേതായിരിക്കുന്ന രോഗസൗഖ്യത്തിന് വേണ്ടിയോ അമ്മേ രോഗസൗഖ്യം ലഭിക്കുക എന്നല്ല ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം. അമ്മേ നമ്മുടെ ഭവനത്തിന്റെ വിടുതലിന് വേണ്ടിയോ മോശമായി അധ്വാനമായി കടന്നു വരുന്നത് അമ്മയെ കാലിക തൻ്റെ അമ്മാവിയപ്പൻ, തൻ്റെ കുടുംബം, തൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, തൻ്റെ ഭവനം അമ്മയെ കാലിക സ്തോത്രം മൂടി പിടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അമ്മയെ പച്ചപിടിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഭവനത്തിന് വേണ്ടിയാ. എന്നാൽ അവിടെ കടന്നു വന്നപ്പോൾ മോശങ്ങളെ നമുക്ക് ഏതിൻ്റെ 7 ഒക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആമേ കാലിക സ്തോത്രം ഇസ്രായേൽ മക്കളുടെ ഒരു നിലവിളി. ആമേ കാലിക സ്തോത്രകാലിയ ആമേ കാലിക സ്തോത്രം ഞാൻ അമ്മ കേട്ടു. ഊഴിയ വിചാരന്മാർ മുഖാന്തരം അവരുടേതായിരിക്കുന്ന കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുക. അതുകൊണ്ട് അമ്മേ കാലിൽ ഇസ്രായേലിലേക്ക് പോകണമെന്ന് മോശ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗം അവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന നാളുകൾ കൊണ്ട് ദൈവസന്നദ്ധരായിരുന്നിട്ടും നമുക്കൊരു വിടുതൽ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കൊള്ളാം. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഇന്ന് രാത്രികാലം ആമേ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മോശ ദൈവത്തിന്റെ പർവ്വതമായിരിക്കുന്ന ഓരേതിന്റെ അടിവാരത്ത് കടന്നു വന്നപ്പോൾ മുൾപ്പടർപ്പ് കാട്ടുന്നതും ബന്ധുമാരാത്തതുമായ ഒരു വലിയ കാഴ്ച കാണുന്ന മോശ ഇത് എന്തെന്ന് നോക്കുവാൻ ആമേ കാലയിലെ മുൾപ്പടർപ്പിന് അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആമേ കാലയിലെ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആമേ സർവശക്തനായ ദൈവം മോശയെ എന്ന് വിളിക്കുക. ഈ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക. യേശുവിന്റെ രക്തമായി തീരട്ടെ. ഇന്ന് രാത്രികാലം ഉള്ളിലായിരിക്കുന്ന ആമേ കാലിക സ്തോത്രം എന്നെ കേൾക്കുന്ന, ഇതിനെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയുക. ചില അഭിഷേകത്തിന്റെ മേൽ, ചില ആവശ്യത്തിന്റെ മേൽ ആമേ ഭാരമേറിയ ചില വിഷയങ്ങളുമായി ദൈവസ്ഥാനത്തിലായിരിക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്ന ആമേ കാലിക സ്തോത്രം. വിടേണ്ടത് ചിലത് വിട്ട് ആമേ കാലിക സ്തോത്രം ദൈവസ്ഥാനത്തിൽ ആകേണ്ടതുപോലായ ഈ നാളുകളിൽ ചില വിടുതലുകൾ ആമേ നമ്മുടെ നടുവിൽ ദൈവം വഹിക്കാൻ പോവുകയാണ്. യേശുവിന്റെ മാറ്റിയിട്ട് തമ്പുരാന്റെ വലിയ കരം വീഴട്ടെ. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കാലിക സ്തോത്രം നാം മോശ ആഗ്രഹിച്ചത് മോശയുടേതായിരിക്കുന്ന ആമേ കാലിക സ്തോത്രകാലിലെ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുവാനാണ്. എന്നാൽ ആമേ കാലിൽ ദൈവം മോശ അവിടെ ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മോശ തിരഞ്ഞെടുക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിടുതലിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ദേശത്തിന് വേണ്ടി ആമേ ദേശത്ത് ആമേ കാലിക സ്തോത്രം കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി, ആമേ കാലിക സ്തോത്രം വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ആമേ വെണ്ടനത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി, ആമേ അടിമത്തത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി ആമേ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യോബ് തന്റേതായിരിക്കുന്ന അവസ്ഥയിൽ യോബിന് വേണ്ടി പ്രാർത്ഥിച്ചു. യോബിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായിരിക്കുന്ന യഹോവ യോബിനോട് പറഞ്ഞു, യോബേ നീ നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ഇടയായി തീർന്നു. അമേ കാലിക സ്തോത്രം ഞാൻ അമേ കാലിൽ എപ്പോഴും ചിന്തിക്കുന്നത് ഈ ആഴ്ചകളിൽ 3 ദിവസം ആമേ കാലിക സ്തോത്രം ഈ 3 അടുത്ത് മീറ്റിംഗ് നടത്തുന്നത്. അത് പാസ്റ്റേ പുകഴ്ത്തുവാനൊന്നും അല്ല പറയുന്നത്. എന്തുമാത്രം എല്ലാം ആമേ കാലിക സ്തോത്ര കാലിക മറ്റുള്ള ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ആമേ കാലിക സ്തോത്രം നടത്തുന്ന ദൈവദാസൻ എന്തുമാത്രം ആമേ തന്റെ ജീവിതത്തിൽ അതിനുവേണ്ടി ആ സമയം കണ്ടെത്താൻ വേണ്ടി എന്തുമാത്രം കാലിക സ്തോത്ര കാലികെന്നുള്ള കാര്യം ഇന്ന് രാത്രി കാലം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞായറാഴ്ച ഒരു ദിവസം പോയി ആരാധന നടത്താനായിട്ട് കാലിക സ്തോത്ര കാലിക ഇവിടെ സമയം കണ്ടെത്താൻ വലിയ പാടാണ്. യേശുവിന്റെ തമ്പുരാന്റെ വലിയ കരം വേണ്ടേ. അതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. യേശുവിന്റെ ജയമാത്തിരട്ടെ. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ 2005 ദൈവഭാഗത്ത് ഇറങ്ങുവാനിടയായിട്ടുണ്ട്. 2005 ഞാൻ ഇറങ്ങി അമ്മയെ കാലിലേക്ക് ലാറിയുടെ ഡ്രൈവറൊക്കെ ആയിരുന്നു. ഞാൻ വേദപുസ്തകം പിടിച്ചോണ്ട് വലിയ പുസ്തകമായിരുന്നു. പുസ്തകമൊക്കെ പിടിച്ചോണ്ട് അമ്മ ഇങ്ങനെ പോയപ്പോൾ അമ്മ അന്ന് ചേച്ചി, ഇന്ന് അമ്മാമ്മയെന്ന് വിളിക്കാം, അമ്മയെ ജാതികമായിരിക്കുന്ന ഒരു ചേച്ചി അമ്മയെ കാലിലേക്ക് എന്നെ കണ്ടിട്ട് അമ്മയെ കാലിലേക്ക് ചോദിച്ചു, വേറെ ജോലി ഇല്ലയോ, അമ്മയെ പണിക്ക് വല്ലതും പോയിക്കൂടെ, അമ്മയെ കാലിക സ്തോത്ര കാലയിൽ എന്നെ കളിയാക്കുവാനിടയായി തീർന്നു. എനിക്ക് വളരെ ഭാരം ഉണ്ടാക്കുവാനിടയായി തീർന്നു. അമ്മയെ കാലിക സ്തോത്രം ഞാൻ പ്രവചിച്ചോ പ്രാർത്ഥിച്ചോ അല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കിയെങ്കിൽ നാളെ ഈ പുസ്തകം നിങ്ങളും എടുക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, കാലിക പിൻകാലത്ത് അവരുടെ മകളെയും മരുമകനും ഒരു ദൈവദാസനും ദൈവദാസിയാണ്. അമ്മയെ കാലിക കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മുറ്റത്തെ കൺവെൻഷൻ ഞാൻ കടന്നു ചെന്ന് വ്യാഖ്യാനിച്ചപ്പോൾ ആ ദൈവദാസന്മാരെ വിളിച്ച് ഫ്രണ്ടിലിരുത്തി. അപ്പോൾ ഫ്രണ്ടിലിരുത്തിയതിനെ കുറിച്ച് പറയുവാനല്ല, എന്നാൽ കാലിക സ്തോത്രം ഞാൻ പറയട്ടെ, അവിടെ ഇരുന്നപ്പോൾ അമ്മയെ കാലിൽ പ്രസംഗിച്ച ദൈവദാസനെയോ അമ്മയെ ലീഡ് ചെയ്ത ദൈവദാസന്മാരെയോ അല്ല, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു 3 സഹോദരികൾ
അമ്മച്ചിമാർ കാലിലെ എന്നെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ എന്നെ ചൂണ്ടിക്കാണിക്കുക. എന്റെ പക്വതയ്ക്കനുസരിച്ചുള്ള ഒരു നിലയല്ല എനിക്ക് വന്നിരിക്കുന്നത്. കാലിലെ സ്തോത്രം 46 വയസ്സും കഴിഞ്ഞ ഏകദേശം 3 മാസമേ ആയുള്ളൂ. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇത്രയും മുടി നരച്ചത് കൊണ്ട് ആളാണോ എന്ന് ചോദിക്കുക. ഈ ആളാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അവരെ എനിക്കറിയാമല്ലോ. ഞാൻ അവരോട് പറയുവാനിടയത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാൻ തന്നെയാണെന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, കാലയിലെ സ്തോത്ര കാലയിലിയ അവരുടെ അരികിൽ വന്നിട്ട് അമ്മാമ, അന്ന് ചേച്ചിയായിരുന്നു അമ്മാമ, ആ പുസ്തകം എടുത്തിട്ടുണ്ട്. ദൈവദാസൻ പറഞ്ഞതിനെ കൊണ്ട് ഈ പുസ്തകം ദൈവം എന്നെ കൊണ്ട് എടുപ്പിച്ചു. എന്റെ മരുമാൻ ഭാഷണാണ്. എന്റെ മകൾ ഒരു ദൈവദാസിയാണ്. ഇനി എന്റെ ഭർത്താവ് കാലയിലെ സ്തോത്രം എന്റെ മകനും ദൈവഭാഗത്ത് വരുവാനുണ്ടെന്ന് പറയുവാനിടയായി തീർന്നു. ചൊവ്വാഴ്ച അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. എന്നെ അവിടെ വിളിക്കുവാനിടയായി തീർന്നു. ഞാൻ അവിടെ കടന്നു പ്രസംഗിക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബുദ്ധിമുട്ടിൽ കടന്നൊരു കൊച്ച്, മോളുടെ മകൻ, അവനകത്ത് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട്, എന്റെ വലിപ്പം പറയുവാനല്ല, ഞാനിവിടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുക. അപ്പോൾ ഇവിടെ തീയാണെന്ന് പറഞ്ഞു. അവൻ എല്ലാവരും ആകപ്പാടെ ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണാത്തതൊന്ന് അവൻ കാണുന്നുണ്ടെന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനുശേഷം അവൻ അകത്തേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയുക, നീ അവിടെ തന്നെ ഇരുന്നോ, കാലയിലെ സ്തോത്രം, നീ ഇറങ്ങരുത്, നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇളവിക്കഴിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2005 ആ ഭവനത്തിന്റെ മുറ്റത്ത് വെച്ച് കാലയിലെ സ്തോത്രം എന്നെ കൊണ്ട് ഒരു ദൂത് പറയിപ്പിച്ചെങ്കിൽ 2025 കാലയിലെ സ്തോത്രം 5-ാം മാസം ആ വീട്ടിൽ കുടിയിരിപ്പ് ശക്തികളെ ഇറക്കാൻ തീരും. സാക്ഷിക്കാൻ ദൈവം എന്നെ അവിടെ അയച്ചു. 20 വർഷത്തിന് ശേഷം ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. കാലയിലെ സ്തോത്ര കാലയിലിയ ദൈവം നമ്മളെ അതിനുവേണ്ടിയാണ് കണ്ടുപിടിക്കുന്നത്. ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നില്ലയോ? പ്രഭാതക ശിഷ്യന്മാരുള്ള ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, കാലയിലിയ സ്തോത്ര കാലയിലിയ. ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കണം, ഇതിൽ നിന്ന് തന്നെ ഒരുപാട് പറയുന്നുണ്ട്. ഇങ്ങനെ നിന്ന് സംസാരിക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ വചനത്തിൽ കൂടെ തന്നെ, ഉദാഹരണത്തിൽ കൂടെ പറയുവാനല്ല, വചനത്തിൽ കൂടെ പറയുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രഭാതക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, എന്റെ ഭർത്താവ് നിന്റെ ദാസൻ മരിച്ചുപോയി. കാലയിലെ സ്തോത്ര കാലയിലിയ. അവൻ യഹോവ വചനമെന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ കടക്കാർ എന്റെ 2 മക്കളെ എന്ത് ചെയ്യുക? അടിമത്തത്തിൽ വെച്ചിരിക്കുക. പ്രവാചകനോട് പറയുക. പ്രവാചകൻ ചോദിച്ചു, വീട്ടിൽ നിന്റെ കൈ നിനക്ക് എന്തുള്ളൂ? അവൻ പറഞ്ഞു, ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറയുവാനിടയായിട്ട്. കാലയിലെ സ്തോത്രം. കടം കൊണ്ട് ഞാൻ ഭാരപ്പെട്ടിരിക്കുക. എന്റെ തലമുറകൾ 2 പേരും കാലയിലെ സ്തോത്രം കടക്കാരുടെ അടിമത്തത്തില. അവരെ വിടുവിക്കണമെങ്കിൽ എനിക്ക് സമ്പത്ത് വേണം. അപ്പോൾ ഏലിശ ചോദിക്കുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. ഏലിശ പറഞ്ഞു, ഞാൻ നിനക്ക് പണം തരാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ അത് വാങ്ങിത്തരാമെന്നല്ല. അത് പകരുവാൻ പറയുവാനിടയായിരുന്നു. നമ്മൾ പറയുന്നത് നമ്മളൊരു പ്രവാചകനല്ല, നമുക്ക് പ്രസംഗിക്കാൻ അറിയില്ല, കാലയിലെ സ്തോത്രം പ്രാർത്ഥിക്കാൻ അറിയില്ല, കാലയിലെ സ്തോത്ര കാലയിലെ പുസ്തകം വായിക്കാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ വചനത്തിൽ കൂടെ തന്നെ പറയുന്നത്. കാലയിലെ സ്തോത്രം ഒരു ഭരണി എണ്ണ കൊണ്ട് വലിയ ഏറിയ കടം തീർത്ത് അവരുടെ ഉപജീവിത മാർഗത്തിന് വേണ്ടി കരുതിയ ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളാണ് കാലയിലെ സ്തോത്രം. അപ്പോൾ കാലയില്ല നമ്മുടെ ഒരു സ്തോത്രം മതി. നമ്മൾ പലപ്പോഴും പിന്നോട്ട് പോകുക. നമ്മുടെ ചില വിഷയത്തിന് മേൽ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിന് മേൽ, നമ്മുടെ തലമുറകളുടെ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാരെ നമ്മൾ തേടുമ്പോൾ എന്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളുമുണ്ട്. ഇന്ന് രാത്രികാലം നമ്മുടെ ഭവനത്തിൽ ഇരുന്ന് മറ്റുള്ളവരെ പോലെ നമുക്ക് സന്തോഷിക്കാം, പട്ടിയിൽ പാനം ചെയ്യാം, നമുക്ക് യാത്ര ചെയ്യാം, കാലയിലെ സ്തോത്ര കാലയിൽ നമുക്ക് പല കാര്യങ്ങൾക്കും സമയം വേർതിരിക്കാം. പക്ഷേ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് കാലയിലെ സ്തോത്രം ചിലത് പകരുവാനോ. കാലയിലെ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വന്നതല്ല, എനിക്ക് കേൾക്കണം എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, അപ്പുറത്തുനിന്ന് പിന്മാറ്റത്തിലായിരുന്ന ഞങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസി ഇപ്പോൾ മടങ്ങി വരുവാനിടയായി തീർന്നു. മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ദൂരെ പറഞ്ഞു, അതെല്ലാം കാലയിലെ സ്തോത്രം സംഭവിക്കാൻ പോകുന്നതെല്ലാം അതുപോലെ തന്നെ പറയുവാനിടയായി തീർന്നു. ആ ഭാര്യ ഭർത്താവിനെ ബന്ധമൊഴിയുവാൻ ഞായറാഴ്ച അവിടെ വന്നിട്ട് ബന്ധമൊഴിയുക. അവരുടെ ചേട്ടത്തെ ജോലിക്ക് കൊണ്ട് കൊട്ടാരക്കര വനിതാശ്രമിലെ SPO ഓഫീസിലെ
ഒരു ഓഫീസറുടെ വീട്ടിലാണ്. അവർ പറഞ്ഞ ഇവിടെ എല്ലാം പറഞ്ഞു പെറ്റീഷൻ തയ്യാറായി കൊടുക്കാൻ പറഞ്ഞു. കേസും കൊടുത്ത് തിരിയാൻ ഒരുങ്ങിയിട്ട് ഞാൻ പറഞ്ഞു തിരിക്കുന്നത് ഇവിടെയല്ല, അതിന് ഞാൻ കൂട്ടിയേക്കത്തുമില്ല പ്രാർത്ഥിക്കത്തുമില്ല. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാൽ വെളിപ്പെടുവാനുണ്ട്. അതുകൊണ്ട് കാലയിലെ സ്തോത്രം ഞാൻ പറയുന്ന ഒരു അമ്മാമ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ അവർ കേൾക്കുവാനിടയായിത്തീർന്നു. അദ്ദേഹം ഇപ്പോൾ മടങ്ങി വരുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തെ ഉറപ്പിക്കാൻ വേണ്ടി കാലയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അമ്മയെ കാലിൽ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ ഏരിയയിലായതുകൊണ്ട് ഇവിടെ തെറ്റിയോട് ഭാഗവും അമ്മയെ കാലിൽ കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ എന്നെ വിളിച്ചത് പുള്ളിക്കാരനാണ് മുമ്പേ വിളിക്കുവാനിടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കാരണം പുള്ളി വന്നെങ്കിൽ അമ്മയെ എനിക്ക് പ്രസംഗിക്കാൻ അമ്മയെ തന്നെ എല്ലാ ഞായറാഴ്ചയും അമ്മയെ കാലിലെ സഭയുടെ പ്രാർത്ഥന പ്രസംഗമൊക്കെ എൻ്റെ വ്രതം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. മറ്റൊരാളിൽ കൂടെ കാലിലെ സ്തോത്രം അമ്മയെ കാലിലെ ദൂത് കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അമ്മയെ ആരോടും പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ കാലിലെ സ്തോത്രം പാസ്റ്ററോട് പറയുവാനോട് ചെയ്യാത്തത്. യേശുവിന്റെ ജയമാക്കിയിട്ട് അപ്പോൾ മനസ്സിലായല്ലോ. ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം ആദ്യം വചനം ഉണ്ടായി, വചന ദൈവത്തിൽ ദൈവവചനമായിരുന്നു. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കാലിലെ സ്തോത്രം നാം ഉദ്ദേശിക്കുന്നു നമ്മൾ പറഞ്ഞാൽ അമ്മേ അത് അങ്ങനെ സംഭവിക്കും. യേശുവിന് ജോഷുവ അമ്മേ കാലിലെ സ്തോത്രം സൂര്യനെ അമ്മേ കാലിലെ സ്തോത്രം കാലിലിയ അമ്മേ കാലിലെ സ്തോത്രം തടഞ്ഞു നിർത്തിയെങ്കിൽ അമ്മേ കാലിൽ അസ്തമിക്കാതെ കാലിലെ സ്തോത്രം തടഞ്ഞു നിർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം നാം പറഞ്ഞാൽ അമ്മേ കാലിലെ സ്തോത്രം നമ്മുടെ വിഷയത്തിന് മേൽ നമ്മുടെ തലമുറയുടെ വിഷയത്തിന് മേൽ മറുപടി ഉണ്ട്. കാലിലെ സ്തോത്രം ഞാൻ വെളിപ്പാട് പുസ്തകമാണ് അവിടെ എടുത്തത്. അന്ത്യകാലത്തെ കുറിച്ച് നിങ്ങൾ കേൾക്കണമെങ്കിൽ ടൈറ്റസ് മാസ്റ്റർ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിലുണ്ട്. 8ാമത്തെ ദിവസത്തെ ആദ്യത്തെ പ്രസംഗം കേൾക്കുക. കാലലിയ സ്തോത്ര കാലലിയ വചനം മാത്രമാണ്. ശാസ്ത്രമോ സയൻസോ ഞാൻ പറയുന്നില്ല. ആ മാസ്റ്റർ ഇങ്ങനെ പറയുന്നതിനാണ്. 9ാം ക്ലാസ്സിൽ ആ ദൈവദാസൻ കാലലിയ 3 വട്ടം പരീക്ഷ എഴുതിയത്. 3ാം ക്ലാസ്സിൽ 3 വട്ടം എഴുതിയതാണ്. ഈ കൊല്ലം ജില്ലയ്ക്കകത്ത് അങ്ങോട്ട് ആൾ കാണും. കൊല്ലം ജില്ലയ്ക്കകത്ത് ആരും കാണത്തില്ല. 3ാം ക്ലാസ്സിൽ 3 കൊല്ലം പരീക്ഷ എഴുതി കാണും. പക്ഷേ ഞാൻ ജയിക്കാത്തതല്ല. 3 വർഷം ഞാൻ ചെയ്ത് പരീക്ഷ അവസാന പരീക്ഷ എഴുതിയില്ല. കാലിലെ അതിന്റെ പേരിലാണ് കാലിലെ സ്തോത്രം. അത്രയ്ക്ക് ഒരു കാലിലെ സ്തോത്ര കാലേലിയ ഈ കാലിലെ സ്തോത്രം ഉള്ള ആളാണ് ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം. ഞാൻ ഈ ആദ്യ ദൈവകാട്ടങ്ങളിൽ ദൈവവചനമായി എഴുതേക്കുമ്പോൾ ഞാൻ പ്രവചിക്കും, ദൂത് പറയും, അനേക വിഷയങ്ങൾ കൂടി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പറയട്ടെ ആമേ കാലിലെ അങ്ങനെ ഈ ഇവിടെ താഴെ വീട്ടിലെ ഒരു അമ്മ ശമുവേലപ്പച്ചനാണ് എന്നെ നെല്ലിക്കുതത്ത് കൊണ്ടുപോയത്. വെളിപ്പാടുള്ള ദൈവദാസന്മാരുണ്ട് പോയിരിക്കും. ആമേ പ്രകാശത്തില്ലേ ആ പൈസ എടുത്തെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചാണ്. അവരമ്മ പ്രാർത്ഥനക്കാരി അപ്പം പ്രാർത്ഥനക്കാരനാണ്. മോൻ പറയുന്നത് എടുത്തില്ല എന്ന് പറയുന്നു. അത് ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ വേണ്ടി എന്നെ കൊണ്ടിരുന്നു. വെളിപ്പാടുള്ള ദൈവമാണ്. 2005 ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവ എടുത്തുന്നു, ഇവ ഏക്കത്തില്ല. ഞാൻ ചോദിച്ചു ഇടാ നിന്റെ അപ്പൻ പ്രാർത്ഥിക്കും, നിന്റെ അമ്മ പ്രാർത്ഥിക്കും. വെളിപ്പാടുണ്ടോ? ഉണ്ട്. കാലിലെ സ്തോത്രം ഭൂതത്തെ അമ്മയെ കാലിൽ സാക്ഷിക്കും. പക്ഷെ നിന്റെ അമ്മയുടെ കണ്ണ് അപ്പൻ്റെ കണ്ണ് നീ പറ്റുന്നു. അമ്മ ഒറ്റ വാക്കിന് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എടുത്തുന്നു. 2 വട്ടം കൊണ്ട് എടുത്തില്ലേ കാലിലെ സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഈ താഴത്തെ പ്ലാപ്പള്ളി അപ്പുറത്ത് ഒരു അപ്പത്തനാണ് എന്നെ ഇവിടെ അവിടെ നെല്ലിക്കുന്നത്ത് കൊണ്ടുവരുവാനിടയായിരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലായിരുന്നു. എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ആ കാലയളവിൽ കാലിലെ സ്തോത്ര കാലയിൽ എന്നെ ആർക്കും അറിയില്ല. ഒന്ന് പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ദൈവത്തോട് കരയുവാനിടയായി തീർന്നത്. ഇന്ന് അനേക വേദികളിൽ പത്മന്മാർ നിൽക്കുന്ന വേദികളിൽ ദൈവം നിർത്തിക്കൊണ്ടിരിക്കുക. കാലിലെ സ്തോത്രം അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണല്ലോ. 2 വചനം ഞാൻ നിങ്ങളോട് പറയുവാനിടയായി തീർന്നു. വചനം ഈ വെളിച്ചത്തെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേ കാലിലെ സ്തോത്രം. അവിടെയും ആമേ കാലിലെ സ്തോത്ര കാലയിലിയ രാജാവിന്റെ ബിംബത്തെ ആരാധിക്കാത്തതുകൊണ്ട് ദാനിയേൽ പ്രവചനം ആമേ 3:6 എനിക്ക് തോന്നുന്നു. ഞാൻ ആമേ ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടില്ല. ആമേ കാലിൽ അത് തന്നെയാണ് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേ കാലിലെ സ്തോത്രം. ശത്രുക്കം മേശക്ക് അഭയന്ത്രപ്പവും എന്ന 3 പുരുഷന്മാർ രാജാവിന്റെ ബിംബത്തെ ആമേ കാലിലെ നമസ്കരിക്കാതെ വന്നപ്പോൾ അവരെ എരിയുന്ന തീച്ചുളയിലിട്ട് കളയുക. യേശുവിന്റെ ജയമാക്കിയിട്ട് കൽപ്പന പുറപ്പെടുവിക്കുവാനിടയായി തീർന്ന ശത്രുക്ക മേശക്ക് അഭയന്ത്രപ്പവും പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ വിടുവിക്കും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ബിംബത്തെ ആരാധിക്കുകയില്ല. ഒരു ഉറപ്പുണ്ടാകണം. ഉറപ്പ് എവിടെ ഉണ്ടോ ആമേ അവിടെ കൊണ്ട് വിടുതലുണ്ട്. അപ്പോൾ കാലിലെ സ്തോത്രം അവരെ എരിയുന്ന തീച്ചൂളിലേക്ക് കൊണ്ടിട്ട അകമ്പടി നായകന്മാർ ബന്ധുമാർഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന പുസ്തകം വായിക്കുമ്പോൾ. കാലിലെ സ്തോത്രം. എന്നാൽ അവർ തീച്ചൂളയിൽ വീഴുന്നതിന് മുമ്പ് 4ാമതായി ഒരുവൻ ഇറങ്ങുവാനിടയായി തീർന്ന് നമ്മൾ വിചാരിക്കും പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും കണ്ണുനീരും കടന്നു വന്ന് അവയെ മരണകരമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവയെ കാലയിൽ നമ്മെ നമ്മുടെ തലമുറകളെ ദേശത്ത് അവയെ ഇല്ലായ്മ ചെയ്യുവാൻ
ആരോഗ്യം കൊണ്ടാണ്, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടാണ്, നമ്മുടെ പണം കൊണ്ടാണ് നിലനിൽക്കുന്നത്. നാം കരുതുന്നത് ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ശത്രുക്കളെ ദേശത്തെ അവൻ തൊക്കോവേ നിനക്ക് മുമ്പായി ഒരുവൻ ഇറങ്ങിയതുകൊണ്ട് ആ ദൈവം ഇന്നും വിടുവിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ രക്തജയമായി തീരട്ടെ. തമ്പുരാന്റെ വലിയ കരമിട്ട് ഉടവല പൗടപരകതക ശകനകരകതാന ശകാ ദീവൽ പൗടപരകതക ജാലകട്ട സകരകരകതാന അന്തരജാലമൂടാരമ ദീവലമലമ ഉടക ശകനം ജാലകടക ചന്തലമലമ ആവശ്യം സകതക ജാലകടക അന്തര പൗടപരകതാന യേശുവിന്റെ രക്തജയമായി തീരട്ടെ. രാത്രികാലം ആദ്യയോട് നൂത് പറയുക അകജാലമൂടപരകതാന ശത്രു എത്രത്തോളം അവയെ ഹാലേലിയ സ്തോത്രം അവൻ തീജോല കൂട്ടിയാലും അവൻ എത്രത്തോളം അകജാലം പോരാടി നിന്നാലും അപ്പോസ്തല പ്രവൃത്തി അവൻ 16:24 അവൻ ഹാലേലിയ കാരാഗൃഹത്തിലായിരുന്ന അവൻ അർദ്ധരാത്രിക്കോളം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയതുപോലെ ഈ നാളുകളിൽ ഭാരപ്പെടുന്ന ചില വിഷയത്തിലുമേ അവൻ ചില പ്രതികൂലത്തിലുമേ ഈ രാത്രിക്കാലം ദൈവം ഇടതിലേക്കോ ഈ നാളുകളിൽ അർദ്ധരാത്രിക്കാലം നിലവിളിക്കുവാൻ തയ്യാറായിട്ടു. അവര് ബന്ധനത്തില വളർത്താനല്ല അവിടെ ഇട്ടിരിക്കുന്നത്, ഇല്ലാതെയാക്കുവാൻ. എന്നാൽ അവരുടെ കൈകാലുകൾ ആമത്തിലാണെങ്കിലും, ആമെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പച്ചന്മാർക്ക് അറിയാം. ഞാൻ ആമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചില ദൈവദാസന്മാർ ചിരിച്ച്. ഞാൻ പറഞ്ഞ ആമത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ ദൈവദാസന്മാർക്ക് അതായത് വാഴ്ത്തമുള്ളവരെങ്ങനെ ഭ്രാന്തരെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം. അപ്പത്തിനൊക്കെ അറിയാലോ ആമത്തെ കുറിച്ച് പറഞ്ഞാല്. ആമ ആര് കൂട്ടിയോ അവൻ ആ പോരാതെ ഒരു കാരണവശാലും കാലിൽ ആമത്തി കിടക്കുന്നവൻ രക്ഷപ്പെടുകയില്ല. അകജാലമോഷാന്തൽ അവിടെ കിടക്കാന എന്താണെന്ന് അറിയില്ല. അകജാലമോഷ ദൈവാത്മാവ് പറയുന്ന അകജാലമോഷാന്തൽ ഈ നാളുകളിൽ വിടുതലുണ്ട്. അർദ്ധരാത്രക്കാൽ അമേ കാലിലെ സ്തോത്ര അമേ പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവം അമേ കാലിലെ വിടുതൽ ഇന്ന് രാത്രികാലം അമേ കാലിലെ ആത്മാവിൽ ദൂത് വിളിച്ച് പറയുക. യേശുവിന്റെ ജയമാറ്റിയുടെ തമ്പുരാന്റെ വലിയ കരം വേട്ടെ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശയെ ജനിച്ചപ്പോൾ തന്നെ കണ്ടോണം. ജനിച്ചപ്പോൾ തന്നെ മോശയെ കൊന്നു കളയുവാൻ. അപ്പൊ വാഴ്ത്തമുള്ളവന്റെ പിന്നാലെ എന്തിന് കാലിക സ്തോത്ര കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കറിയാമല്ലോ. കാലിക സ്തോത്ര കാലിയ യശയപ്രവചനം എടുക്കണ്ട. 9:26 നമുക്കായി ശിശു ജനിച്ചിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരന ദൈവം, നിത്യപിതാവിന്റെ പേർ വിളിക്കപ്പെടുമെന്ന്. അകജാലഭൂഷണൻ ക്രിസ്തു ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് കാലിക സ്തോത്രം പ്രവചിച്ച ഒരു പ്രവചനമാണ്. യേശുവിന്റെ നിത്യജയമായി തീരട്ടെ. യേശുവിനെ യഥാർത്ഥമായി കാലിക സ്തോത്രം മെസ്സിഹയാണെന്നും ക്രിസ്തുവാണെന്നും അറിയാൻ വയ്യാത്തൊന്നുമല്ല യേരോദാവ് കാലിനെ കൊല്ലുവാൻ നോക്കിയത്. യേരോദാവ് അറിയാം ക്രിസ്തുവിന്റെ കാലം വന്ന യേരോദാവിന്റെ കാലം പോകുന്നു. കാലിലെ കിഴക്കെന്ന് വന്ന വിദ്വാൻമാർ അമ്മയെ കുഞ്ഞിനെ തേടി വന്നപ്പോൾ യേരോദാവ് ചോദിച്ചിങ്ങനെ കാലിലെ ക്രിസ്തു എവിടെയാണ് ജനിച്ചിരിക്കുന്നത്. അവ പേര് വേറെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? കാലിലെ നമ്മൾ വിചാരിക്കുന്ന കാലിൽ നമ്മെ കുറിച്ചുള്ള, അതായത് നമുക്ക് നാളെ ദൈവം തരാൻ പോകുന്ന കാലിലെ ദൈവം നമ്മളെ കാലെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന ദൈവം നമ്മെ ദേശത്ത് മാനിക്കാൻ പോകുന്നത് കാലിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം തിരിച്ചറിയും. പക്ഷേ ശത്രു അത് കണ്ടുകൊണ്ടിരിക്കുക. അവനറിയാന്ന് യേശുവിന് ജയമാക്കി വരട്ടെ. ഞാൻ പറഞ്ഞു വരട്ടെ. കാരണം എന്നെ കുറിച്ചാണ്. അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം ഞാൻ 3ാം ക്ലാസ് പഠിച്ചിട്ട് 3ാം ക്ലാസ് 3 സ്കൂളിലായിട്ടാണ് പഠിച്ചത്. എങ്ങും ഞാൻ നിൽക്കത്തില്ല. 1000 അനാവശ്യം ചത്തക്രേശിലായിരുന്നു. എൻ്റെ അമ്മ എന്ന പള്ളിയിലായിരുന്നു, മോണി പള്ളിയിലായിരുന്നു. അവിടെ ആരാധിക്കുന്നത് ചത്തക്രേശിൽ അനാശാലയിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ. കാലം അവിടെ നിന്നാണ് നാട് വിട്ടു പോകുന്നത്. കാലിൽ അവിടെ തന്നെ കാറുകൂടി കൊണ്ട് ചേർക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ കാലിൽ സ്തോത്രം കൊച്ചമ്മയുടെ വീട്ടിൽ നിർത്തി. അവിടുന്ന് ഞാൻ പോയി. പിന്നെ പുരായി പോയി. കാലം 3 സ്കൂളിലാണ് പഠിക്കുവാനിടയായിട്ട് യേശുവിന്റെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം അത്രത്തോളം പോരാടുവാനിടയായി തീർന്ന് ശത്രുവായ സ്തോത്രം. ഇത് രാത്രികാലം ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല. കാലിലെ സ്തോത്രം മറ്റൊരു ദിവസങ്ങളിലൊക്കെ കാലിലെ സമയത്ത് എനിക്ക് എങ്ങനെ പോയാലും അന്ത്യകാലത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഞാൻ സംസാരിക്കും. മറ്റുള്ള സംസാരം എനിക്ക് പഴയതുപോലെ ഈ വെളിപ്പാടിൽ നിന്നല്ലാതെ വരുന്ന വചനം വായിച്ചാൽ കറക്റ്റ് ആവത്തില്ല, പറ്റത്തില്ല. യേശുവിന്റെ നിത്യമായി മാത്രമേ തമ്പുരാന്റെ വലിയ കരം വേട്ടെ. ഇന്ന് രാത്രികാലം കാലിലെ സ്തോത്രം. അപ്പോൾ മോശ ജനിച്ചപ്പോൾ തന്നെ കാലിലെ സ്തോത്രം പറവോൻ അറിയാമായിരുന്നു. യേശുവിന്റെ ഇസ്രായേൽ അടിമത്തത്തിലാണ്.
നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കടക്കുമ്പോൾ അവരുടെ ഗോത്രത്തിൽ ഒരുവനെ കാലം ദൈവം തിരഞ്ഞെടുക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അടിമത്തത്തില് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത് ദൈവവചനം കാലം വളരെ ആധികാരികമായി നമ്മൾ ചിന്തിക്കണം. യേശുവിന്റെ സ്തോത്രം അവിടെ ഈ മോശ ഇസ്രായേലിന്റെ രക്ഷകനാകുമെന്ന്, അതായത് അവർ നിലവിളിക്കുവാൻ അവരുടെ ഞെരുക്കങ്ങൾ, അവരുടെ കഷ്ടതകൾ, അവരുടെ സമ്പത്തുകൾ മിസ്രൈമിൽ അവഗണിക്കുവാൻ തുടങ്ങി. അവർ നിലവിളിക്കുവാൻ തുടങ്ങുന്ന സമയങ്ങളിൽ തന്നെ മറുഭാഗത്ത് ദൈവം ഒരു പദ്ധതി കാണുവാനിടയായിട്ടുണ്ട്. അപ്പോൾ കാലയിലെ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാലയിലെ സ്തോത്രം നമ്മെ ഇന്ന് രാത്രിക്കാലം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ ആ ഭാഗത്തേക്ക് ഇറങ്ങി പറയുക. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നാം വിചാരിക്കുന്ന പോലെ നമ്മുടെ വിടുതലിന് വേണ്ടി മാത്രമല്ല. കാലയിലെ സ്തോത്രം നമ്മളിൽ കൂടെ കാലയിലെ സ്തോത്രം മറ്റ ചിലവരെ ദൈവം വിടിവിക്കുവാനാണ് ഇന്ന് രാത്രിക്കാലം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കണം. യേശുവിന്റെ ജയമാതിരിയുടെ തമ്പുരാന്റെ വലിയ കരം വേണ്ട കാലയിലെ സ്തോത്രം. ആ മോശ കാലയിലെ സ്തോത്ര കാലയിലെ വളർന്നു വരുമ്പോൾ തന്നെ മോശയ്ക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലയിലെ സ്തോത്രത്തായ നദിയിൽ ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് കാലയിലെ മോശക്കുഞ്ഞ് കരഞ്ഞപ്പോൾ പറമ്പ് കൊണ്ട് കൊട്ടാരത്തിൽ എത്തുവാനിടയായി തീർന്നു. പടവാളുടെ കൊട്ടാരത്തിൽ നിന്ന് കാലയിലെ സ്തോത്ര ഇസ്രായേലിന്റെ അടിയുണ്ടാകുന്നു. ഇസ്രായേലിനെ കാലയിലെ കൊല്ലുന്നു. ഇസ്രായേലിനെ അടിച്ചു കൊല്ലുന്നു. രണ്ട് ഇസ്രായേൽ തമ്മിൽ അടികൊണ്ടാകുമ്പോൾ സഹോദരന്മാർ നിങ്ങൾ അന്യായം ചെയ്യുന്നതെങ്കിൽ ചോദിക്കുന്നു. മോശയ്ക്കെതിരെ അവർ കടന്നു വരുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാലയില ഇന്ന് രാത്രി കാലം മറ്റൊരു ദൂരം കൂടെ ഞാൻ പറയുകയാണ്. ശത്രുത നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ നീ മോശം കിടത്തില്ല. യേശുവിന്റെ ന്യായമാറ്റം ചില വ്യക്തികൾ കാലയിലെ സ്തോത്ര കാലയിലെ ദൈവത്തിൻ്റെതായിരിക്കുന്ന വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നു. ശത്രുത ഉണ്ടാകാം. സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു. നാളെ രാവിലെ നമ്മുടെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അവരോട് എന്താ പറയാ കാലിലെ സ്തോത്രം നിരപ്രവച്ച് അവരോട് ചോദിച്ചു പറഞ്ഞു. ഞാൻ പറയുന്നത് ചോദിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനൊക്കെ സമയമുണ്ടാകും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ അവരെ പോലെ ആകാൻ പാടില്ല. ദോഷം വിട്ട് അകന്ന് മാറുവാനിടയാക്കി യേശുവിന്റെ രക്തമായ തമ്പുരാന്റെ വലിയ കാലം കേട്ട അങ്ങനെ ആയിരിക്കുവാനിടയായി തരണം. ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ലോകത്തിന്റെ വെളിച്ചം ഇന്ന് രാത്രികാലം പാട്ടുകാരൻ പറഞ്ഞു വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഒരു പാട്ടൊക്കെ പാടണമെന്നുണ്ടായിരുന്നു. കാലിലെ സ്തോത്രം ഇത് എത്ര സംസാരിച്ചാലും തീരത്തില്ല കേട്ടോ. ഈ മറിയ കല്ലറയിൽ ചെല്ലുന്നുണ്ട്. കാലിലെ സ്തോത്രം. അപ്പോൾ 3 സഹോദരിമാർ അതിനു മുമ്പ് മർക്കോസിലും മർക്കോസിലൊക്കെ പറയുന്നുണ്ട്. കാലത്ത് 2-3 സഹോദരിമാർ പറയുന്നത് നമുക്ക് വേണ്ടി ആര് ഈ കല്ലുരുട്ടി മാറ്റും. റോമൻ സാമ്രാജ്യത്തിന്റെ മനസ്സിലായോ? റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരമുദ്ര കാലിലെ സ്തോത്രം ഇട്ട കല്ലാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാലിലെ സ്തോത്ര കാലില്ല. ആ കല്ലറായിരുന്നു യേശുവിന്റെ പൗലിക ശരീരം ഇവർക്ക് കാണുവാൻ കഴിയത്തില്ല എന്ന് ഉറപ്പ് ഇവർക്കുണ്ടെങ്കിലും അവർ കാലിലെ സ്തോത്രം യേശുവിനെ പൂശുവാനുള്ള സുഗന്ധമായ സുഗന്ധം അവരുടെ കയ്യിലുണ്ട്. യേശുവിനെ കാണാം. അപ്പൊ അവര് പറയുന്നു നമ്മുടെ ഈ സുഗന്ധമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പറയുന്നില്ല, സുഗന്ധമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി ആരോ ഈ കല്ല് ഉരുട്ടി മാറ്റും. കല്ല് അവർ വിശ്വാസത്താൽ കടന്നു വരുവാനിടയായിരുന്നു. കല്ലറ ഭാഗത്തിൽ വരുമ്പോൾ യോഹന്നാൻ വരുമ്പോൾ മറിയ മാത്രമേ ഉള്ളൂ. തലക്കാലത്ത് മറിയ മാത്രമേ ഉള്ളൂ. മറ്റേ രണ്ടുപേരെ കാണുവാനില്ല. കല്ലറയുടെ വാദത്തിൽ നിന്ന് എന്ത് ചെയ്ത് കല്ല് ഉരുണ്ട് മാറിയിരിക്കുന്നത്. നാം വിചാരിക്കും ചില കല്ലുകൾ കാലിലെ സ്തോത്ര കാലിലെ മാറുകയില്ല. നമുക്ക് വേണ്ടി ആര് മാറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവവചനം വിളിച്ചു പറയുക. ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ തലമുറകളെ ഭവനത്തിന് പ്രയോജനപ്പെടേണ്ടതുപോലെ പ്രയോജനപ്പെടുവാൻ കഴിയാതെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ശത്രുവായവന് തടങ്കലിൽ വെച്ചുകൊണ്ട് ഈ ദേശത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരെ വലിയ കല്ലുകൾ രാത്രികാലം മാറുന്ന രാത്രിയാണ്. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെ നമുക്ക് വേണ്ടി ആര് ഈ കല്ലുരുട്ടി മാറ്റും. അവർ വന്നപ്പോൾ കല്ലുരുട്ടി പാടുവാനിടയായി തീർന്നു. അത് മാത്രമല്ല എന്റെ വീട്ടിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൂതന്മാരെ കാണുന്നു. പത്രോസിനോടും തന്റെ ശിഷ്യന്മാരോടൊക്കെ പറയുന്ന ഒരു പാദം കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതിനകത്തൊരു വലിയൊരു വർമ്മ കിടപ്പുണ്ട് കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറിയതും കാണുന്നതും ദൂതന്മാരെ കാണുന്നതും കർത്താവിനെ ആദ്യമേ കാണുന്നതും സഹോദരിയാണ്.
ഈ സഹോദരിയാണ് മറ്റുള്ളവരോട് പറയുന്നത്. ഹാലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തെ മാറ്റിട്ട് ഈ ദേശത്തെ പ്രാർത്ഥന ചില സഹോദരങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കുവാൻ എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരണം. എഴുന്നേൽപ്പിക്കുന്ന നാളുകളായി മുന്നോട്ട് വരുന്നുണ്ട്. അത് ഞാനായിരിക്കണം. ആദ്യകാലത്ത് ഞാൻ പറയണ്ടേ, കാലയിലെ ദൈവസംഘം ഇറങ്ങുന്ന സമയങ്ങളിൽ കാലയിലെ സ്തോത്ര കാലയിലിയ ഏലിയാവിന്റെ പുതപ്പ് വീടെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ദൈവമേ ആ പുതപ്പ് എനിക്കോളൂ എന്ന് പറയുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. എനിക്ക് പുതപ്പ് തരുവാനിടയായിത്തീരണം. ഞാൻ പറഞ്ഞു വരട്ടെ, കാലിക സ്തോത്രം, കാലിക വൻപന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ പരാജയപ്പെട്ടവർക്കാകട്ടെ ഏലിയാവിന്റെ പിന്നാലെ പോയി എലിശയെ പോലാണ് കാലിക സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ആദിച്ച ശുശ്രൂഷ യേശുവിന്റെ ഇന്നും ആ ദൈവദാസൻ അറിയപ്പെടും. പേര് ഞാൻ പറയത്തില്ല. എന്നെക്കാളും തന്നോട് വലിയൊരു അദ്ദേഹത്തെ ആദ്യമായിട്ട് ദൂത് പറഞ്ഞത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെന്ന് പറയുമല്ല, എൻ്റെ അമ്മ ഒരു പ്രാർത്ഥനക്കാരിയായിരുന്നു. അമ്മയെ കാലിക സ്തോത്രം അന്തർമുട്ടലിൽ എപ്പോഴും നമ്മുടെ ഇത് പറയുമ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് വലിയ തെറ്റിയെന്ന് പറഞ്ഞാൽ കാലിക സ്തോത്രം 2007 മേഖല ആണ് തെറ്റിക്ക് വനടയായിട്ടുള്ളത്. കാലിക ആ തെറ്റിന് കൊണ്ട് എൻ്റെ സഹോദരനോട് ഞാൻ ഇപ്പോഴും വേണ്ടിയിട്ടില്ല. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയെ ആരാധിക്കാതെ അമ്മയുടെ ഫോട്ടോ എൻ്റെ സഹോദരൻ ഞാൻ പറഞ്ഞു അൻപന്നൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയണമല്ലോ. കാലിക നമ്മളാരും ഇങ്ങനെ ഞാനത് തിരുതാൻ എപ്പോഴേ ധാരായിരിക്കുക. എൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ച് അവൾ കാണുമായിരുന്നു. അത് ആരാധിക്കുകയല്ല. ഇന്നലെ ഞങ്ങൾ അപ്പം അമ്മയൊക്കെ നോക്കുക. അമ്മയുടെ സ്നേഹം അമ്മ പ്രാർത്ഥനയ്ക്കാത്ത സമയം കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞങ്ങളെ കാണാൻ പോലും പറ്റില്ല. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ തലവരിൽ കൂടെ എൻ്റെ മോനെ കഴിഞ്ഞ ദിവസം കഴിച്ചു എൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുകയല്ല വെച്ച് കാര്യമെന്ന് പറയാൻ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇറങ്ങി കിടന്നപ്പോഴല്ല ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം മീറ്റിങ്ങുകളില്ലാതെ ഞാൻ പഠനത്തിൽ കാലിക സ്തോത്രം ഇങ്ങനെ കട്ടിലയിൽ ഒരു 10 മണി സമയത്ത് ഉണർന്ന് കിടക്കുമ്പോൾ ദൈവാത്മാവെന്ന് പറയുന്നത് അവരാജന്റെയാണ്. എനിക്ക് മൂത്താണ് എൻ്റെ പെരലായിട്ട് കരപ്പ് വായിക്കാൻ അമ്മയെ കാലിക സ്തോത്രം. അവർ കാലിക സ്തോത്രം ഞാനിപ്പം പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, എനിക്ക് ആരോഗ്യക്കുറവില്ല, എനിക്ക് ദൈവം പദവി തന്നിട്ടുണ്ട്. അമ്മയെ കാലിക സ്തോത്രം അത്യാവശ്യത്തിനൊക്കെ പൈസയുണ്ട്. മാന്യമായിട്ടൊരു വീട് അമ്മയെ കാലിക പണിതുകൊണ്ടിരിക്കുന്നു. അമ്മയെ ഞാൻ പറഞ്ഞു വരട്ടെ, ഈ കാലിക സ്തോത്ര കാലിക പറയാതിരിക്കാൻ കാര്യമില്ല. സാധാരണപ്പെട്ട ഒരാൾ എത്തുന്നതിന് അമ്മയെ കാലിക എൻ്റെ കാർ പോർട്ടിൻ്റെ സിറ്റൗട്ടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ തെളിവ് കൊടുത്തിട്ടില്ല. 350 കിലോ 380 കിലോ പങ്കെടുത്തിട്ട് അത്രയും എടുത്താൽ കാർ പോർട്ടും ചുറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാവും ഒരു പഞ്ചായത്തിൻ്റെ വീട് ഞാൻ പഞ്ചായത്തിൻ്റെ കോൺട്രാക്ടോടെ വീടുന്നതാണ്. 400 കിലോ കമ്പിക്കകത്ത പഞ്ചായത്തിൻ്റെ വീട് മൊത്തം ചേർത്ത് 700 കിലോ ഉണ്ടെങ്കിൽ കൂടി ഏറ്റ വീടിൻ്റെ കാർ പോർട്ടും സിറ്റൗട്ടും ചേർക്കില്ല. വീട് 3 ബെഡ്റൂമും ഒരു ഹാളും 2 അടുക്കളയും അത് വേറെ കിടക്കുക. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഉദ്ദേശം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കും. നമ്മെ ദൈവം മാനിക്കുമെന്ന് ഒരു കാരണവശാലും അതിനൊരു വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്നെ കോൺട്രാക്ടർക്ക് പണി പഠിപ്പിക്കാനായിരുന്നു. ഇത്രയും വലിയൊരു വീട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആവറേജ് കണക്ക് കൂട്ടുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ഒരു 28-30 ലക്ഷം രൂപ അത്രയും പൈസ എൻ്റെ ഇല്ല. അതിനെ എന്നെ മേസ്തിരി പണി പഠിപ്പിച്ചു. കോൺട്രാക്ട് വർക്കില്ല മേസ്തിരി പണി പഠിപ്പില്ല. പണി മൊത്തം ഞാൻ തന്നെ, വേറെ ആരുമില്ല. ഇന്നും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ തന്നെയാണ് പണി. എൻ്റെ മോനെ ഞാൻ കൂടെ അഭിനയം വിളിച്ചു വെക്കുന്നുണ്ട്. അതെ മറ്റൊരാളെ വിളിച്ചിട്ടില്ല. ഞാൻ അവയെ കാലില്ല ടോപ്പ് ഓപ്പറേറ്റ് മാത്രമേ പുറത്തുനിന്ന് ആളെ വിളിക്കത്തുള്ളൂ. അപ്പോൾ അമ്മയെ തട്ടടി മൊത്തം ഞങ്ങൾ തന്നെ താനൊക്കെ നമുക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം അമ്മ ദൈവം എന്നോട് പണ്ട് പറഞ്ഞ വാഴ്ത്തത്വമാണ്. അമ്മയെ കാലിലിയ സ്തോത്ര കാലിലിയ ആ തൂക്കുഷേഡ് നമ്മൾ ഇപ്പം തൂക്കുഷേഡില്ല. ഇനിയിപ്പോൾ ലൈനത്തിലാണ് വരും. ഇതിനകത്തല്ല കാർബോർഡ് സിറ്റൗട്ടായിട്ടു ദൈവത്തിന്റെ വാഴ്ത്തത്വത്തിന് മാറ്റം വരികയാണെന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ. അമ്മയെ കാലിൽ ദൈവവാഴ്ത്തത്വം ഒരിക്കലും മാറിപ്പോവുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ശേഷം ഈ പെങ്ങളോട് നിരപ്പ് പ്രാപിക്കണമെന്ന് ദൈവാത്മാവ് പറയുവാനിടയായിട്ടാണ്. പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറ അനുഗ്രഹം പ്രാപിക്കുന്നു. അതിനൊരു മാറ്റമില്ല. എന്നുവെച്ചാൽ എൻ്റെ അമ്മ ദൈവത്തെ അറിഞ്ഞിട്ട് ഫലമായിട്ട് എൻ്റെ പെങ്ങളെ അമ്മയെ കാലിലെ സ്തോത്രം അവൾ 45 സെന്റ് വസ്തു അവൾ വിലയ്ക്ക് വാങ്ങിക്കുവാൻ തീർച്ചയായിട്ടും വീടല്ലാതെ അമ്മയെ കാലിൽ അവളുടെ 2 പെൺമക്കളെ മാന്യമായിട്ട് കെട്ടിച്ചു വിട്ടു. കാലിലെ സ്തോത്ര കാലിൽ മകന് ഒരു പിക്കപ്പ് 2 ആട്ടോ എൻ്റെ സൈറ്റായിരുന്നു യോമോന്നാണ് പേര് ഞാനായിട്ടത്. അമ്മയെ കാലിലെ സ്തോത്രം ഒരു വൈക്കും അമ്മയെ മെഷീന്മാർ അമ്മയെ കാടടിക്കുന്ന ഒരുപാട് മെഷീനുണ്ട്. കോൺട്രാക്ട് വർക്ക് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം വലിപ്പം പറയുകയല്ല. എൻ്റെ അമ്മയെക്കാലിലെ ജീവിതത്തിലും അമ്മയെക്കാലിൽ എനിക്ക് ഇപ്പോൾ 2 വാഹനം 3 ഉണ്ടെങ്കിൽ 1 കൊടുത്ത് അമ്മയെക്കാലിലെ സ്തോത്രം അമ്മയെ പൈസയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മയെക്കാലിലെ സ്തോത്രത്താൻ അധ്വാനിച്ചാൽ വേണ്ട പൈസയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം ഞങ്ങളെ ദൈവം മാനിച്ചില്ലേ അമ്മയെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. എന്നെ മാനിക്കുന്നവരെ എന്ത് ചെയ്യും? ഞാൻ മാനിക്കും. അപ്പത്തെ ഇന്ന് രാത്രികാലം ഈ ഭവനത്തിനായിട്ട് വന്ന് ദൈവസന്നിധി ഇവിടെ മുട്ടുമടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പത്തിന്റെ തലമുറ ദൈവം അനുഗ്രഹിക്കാൻ ചെയ്യും. അതെ നമ്മുടെ ഓരോരുത്തരുടെ എത്തേണ്ടതില്ല. അങ്ങനെ എന്താ അതെ ദൈവവചനം കേൾക്കുവാൻ കാത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? കാലയിലെ സ്തോത്ര കാലയില്ല അതിന്റെ അനുഗ്രഹം തലമുറകളിൽ കൂടെ കാണുവാനായിട്ട് ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഉദ്ദേശം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാലയിലെ സ്തോത്ര കാലയില്ല ഇന്ന് വീണ്ടും
ചൈത്ര സുവാസ പ്രാർത്ഥനയില്ലേ വ്യക്തിപരമായി തന്നോട് പറഞ്ഞു, ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പോകും, ചെറുതൊന്നുമില്ല. ആ മേധാവിലെ എപ്പോഴെങ്കിലും ചെന്ന് എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മതം വളരെ ആശ്രമമായിട്ട് ഇനി മറ്റൊരു ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ സ്തോത്ര കാലയില്ല ആധികാരികമായിട്ട് വചനത്തിൽ കൂടെ ഇപ്പോഴത്തേതായിരിക്കും നടക്കുന്ന സംഭവം ഉൾപ്പെടെ വചനത്തിൽ കൂടെ ഞാൻ നിന്നോട് അല്പസമയം 1 മണിക്കൂറുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം പറയുവാനിടയില്ല. തോമസ് മാമനോ അല്ലെങ്കിൽ ആ മേഘാലയ സജു ചാത്തന്നൂരോ അല്ലെങ്കിൽ ആ മേഘാലയിലെ മറ്റൊരു വ്യക്തികളോ ആ മേഘാലയിൽ വിദ്യാഭ്യാസമുള്ളവർ പറയാൻ പോലല്ല. വായിക്കാൻ അറിയാമെങ്കിൽ എന്നെയും കൊണ്ട് വായിപ്പിച്ചിട്ട് ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കില്ല. യേശുവിന്റെ ജയമാറ്റട്ടെ. ദൈവത്തിന്റെ വാഴ്ത്തത്വം വെളിപ്പെടും. ഞാൻ കളഞ്ഞ വാഴ്ത്തത്വമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് ദൈവം എന്നെ അയക്കും. വർഷങ്ങൾ മുമ്പ് പറഞ്ഞു ഞാനത് കളയുവാനിടയാക്കുന്നു. പക്ഷെ വീണ്ടും വാഴ്ത്തത്വം വേണം. പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ ആക്കണ്ട, ഇപ്പോൾ തന്നെ എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാൻ അതുകളെല്ലാം താരംപോലും ഈ നാടുകളിൽ മുന്നോട്ട് വരുന്നത്. അപ്പോൾ പാട്ടുകാരൻ പറയുന്നു, വാഴ്ത്തത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. വാഴ്ത്തത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുന്നില്ല. വാരവും ഭൂമിയും മാറിയവേ വചനങ്ങൾക്കോരും മാറ്റമില്ല. കാലവും ഭൂമിയും മാറിയവേ വചനങ്ങൾക്കോരും മാറ്റമില്ല. എൻ്റെ വാക്കുകളെ നിർത്തുക. സമയത്തിൻ്റെ വരുമാനം കൊണ്ട് പിടിച്ചു ഈ പറഞ്ഞ ദൂരത്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാത്തെന്ന് ചോദിച്ചാൽ കാരണം 9 മണിക്കൂർ കൂടെ നിർത്തുമെന്ന് എനിക്കറിയാം. കാരണം ഇനി ഇച്ചിരി 9 കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. ഞാൻ പ്രസംഗിക്കുവാൻ വന്നതല്ല. എനിക്ക് കിട്ടുന്ന സമയങ്ങളല്ല കാലിലെ സ്തോത്രകാലിലെ ഞാൻ ഇതോടൊപ്പം കടന്നു വരും. കാലിലെ സ്തോത്രം വളരെ ഇവിടെ ആരാധന ഈ കാലയളവിൽ ആരാധന വളരെ കുറവാണ് എല്ലായിടത്തും. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ആരാധന ഉണ്ട്. ഈ നാളെ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്നും പറയാൻ പറ്റുന്നില്ല. ദാനിയേൽ പ്രവചനം 9:27 ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയെ പറഞ്ഞുണ്ട്. അത് ഒരാഴ്ചപ്പെട്ടതുകൊണ്ട് പലവരുടെ നിയമത്തെ കടന്നു മാറ്റും. ഒരുപോലെ ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ഭാഗമൊക്കെ കണ്ടല്ലോ. കുളത്തിൻ്റെ ഭാഗത്ത് മനുഷ്യൻ്റെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടില്ലേ കൊറോണ ആരാധന എല്ലാം പിടിച്ചു നിർത്തിയില്ലേ. അതിൻ്റെ വലിയ മറ്റേ ചില പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. അത്തി തളർക്കണമെങ്കിൽ കൊറോണ വരണം. അത്തി തളർക്കണമെങ്കിൽ കൊറോണ വരണം. ഈ കൊറോണ കൊണ്ടുവന്ന ദൈവത്തിന്റെ പദ്ധതി ഇസ്രായേലിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ്. ഇസ്രായേൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ വിഷയങ്ങളിൽ വചനത്തിൽ കൊടുത്തുണ്ട്. ഞാൻ അത് പോകുന്നില്ല. അതുകൊണ്ട് കാലിലെ സ്തോത്രം നാളെ നമുക്കുള്ളതല്ല. നാളെ ഇത് കിട്ടത്തില്ല. ഇവിടെ കാണാൻ കഴിയുന്നത് കർത്താവ് നാം ഗംഭീര നാഗപ്പുറം ദൂതന്മാരുടെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറയുമല്ല മധ്യാശത്ത് വരുമ്പോൾ കാലിലെ കത്തോലിക്കോസ് 4:16 1 തീമോഥെയോസ് 4:16 പറയുന്നുണ്ട്. ആ ഭാഗം പറയുന്നത് പറഞ്ഞാൽ കാലിലെ സ്തോത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നമ്മൾ കാലില് അഭിഷേകമില്ലാത്തവർ തിരിച്ചറിയത്തില്ല. അത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാത്രി കാലം കാലിലെ സ്തോത്ര കലില ഞങ്ങളുടെ വാക്കിലെടുത്ത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. എന്റെയും നിങ്ങളുടെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു ഇന്ന് രാത്രി കാലം കാലിലെ നമ്മളിൽ പ്രകാശിച്ചിരിക്കുക. ക്രിസ്തുവിന്റെ വെളിച്ചം ഊമർ സംസാരിക്കും. ചികിടന്മാർ അന്ധന്മാർ ഊമർ കാലിലെ സ്തോത്ര കാലിയ മുടന്തന്മാർ കാലിലെ സകല രോഗത്തിലും ഭാരത്തിലും സകല ശാപങ്ങളെയും ശാപബന്ധനങ്ങളെയും മാറ്റുവാൻ മതിയാകുന്നതാണ്. ഇന്ന് രാത്രി കാലം കാലിലെ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു ഞങ്ങളിൽ പ്രകാശിച്ചെന്ന് വിശ്വാസത്തോടുകൂടി നമ്മളായിരിക്കട്ടെ. സമയമായി ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും കാലിലെ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രി കാലം ദൈവവചനം സംസാരിച്ച ദൈവദാസന് നന്ദി പറയുന്നു. കുടുംബമായി തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തന്റെ ശുശ്രൂഷകളെ കർത്താവ് പാലിക്കട്ടെ. ഇതിലും അധികമായ നിലവാരത്തിൽ ഹല്ലേലൂയ കൃപയോടെ ഇതിലും അധികമായത് നിയോഗത്തോടെ കർത്താവിന്റെ വചനത്തെ ഘോഷിക്കാൻ പിന്നെയും കർത്താവ് ബലപ്പെടുത്തേണ്ടത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുറുവാക്യമാണ് വായിച്ചത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ സുവിശേഷത്തിൽ എല്ലാം കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഒരു മാനസാന്തരം അകത്തളങ്ങളിൽ വരുമ്പോൾ മാത്രമേ വെളിച്ചം അകത്തളങ്ങളിലോട്ട് വരുത്തുള്ളൂ.
ആമീൻ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആമീൻ ഹല്ലേലൂയ ഒരു ആമീൻ ദൂത് കൈമാറിയല്ലോ. ആമീൻ ഇരുട്ടിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് ആമീൻ നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തു ആമീൻ നമ്മുടെ ഹൃദയത്തിന്റെ കത്തളങ്ങളിൽ വസിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ വെളിച്ചമായി മാറും. ആമീൻ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ പ്രയാസങ്ങൾ മാറും, നമ്മുടെ നിരാശകൾ മാറും, നമ്മുടെ ആമീൻ ഹല്ലേലൂയ സകല ഭയങ്ങളും മാറും. നമ്മുടെ സ്വർഗം വെളിച്ചത്തിലേക്ക് നയിക്കുവാനിടയായി. ആമീൻ. സ്വർഗരാജ്യത്തെ കുറിച്ച് ആമീനുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ കത്തളങ്ങൾ വന്ന് നമ്മുടെ നിരാശകൾ മാറി, നമ്മുടെ ദുഃഖങ്ങൾ മാറി, നമ്മുടെ പ്രയാസങ്ങൾ മാറി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ വെളിച്ചമാകുന്നു. ഈ വെളിച്ചം നമ്മുടെ കത്തളങ്ങളിൽ കയറട്ടെ. ഈ വെളിച്ചത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ആമീൻ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ച് ആമീൻ ഹല്ലേലൂയ അവസാനിപ്പിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഇപ്പോൾ അപ്പച്ചൻ മുമ്പോട്ട്